ഹായ്, എല്ലാവർക്കും സ്വാഗതം. സ്പോക്കൺ ഹിന്ദിയുടെ പുതിയൊരു ക്ലാസ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അറിയാം. ഏകദേശം എന്താ പറയണ്ടത് 100 ക്ലാസ് ഉണ്ട്. 100 ക്ലാസ്സിൽ നമ്മൾ 10,000 വേർഡ്സ് പ്ലസ് 1,00,000 സെന്റൻസുകൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നമുക്ക് നോക്കാം. ആദ്യത്തേത് ബനാന. ടീക്കെ, ബനാന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഉണ്ടാക്കുക എന്നാണ് അല്ലേ. പക്ഷെ ബനാന വെച്ചിട്ട് അതിൻ്റെ പാസ്റ്റ് വെച്ചിട്ട് ഒക്കെ നമുക്ക് കുറേ സെന്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്കത് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. ബനാന, ബനായ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണ്ടാക്കി എന്നാണ്. ടീക്കെ, തുമ്നെ കേസേ ബനായ, നിങ്ങളത് എങ്ങനെ ഉണ്ടാക്കി? തുമ്നെ കേസേ ബനായ, നിങ്ങളത് എങ്ങനെ ഉണ്ടാക്കി? തുമ്നെ കേസേ ബനായ. ടീക്കെ, ഖാന ബനാക്കർ ബാഹർ ജാऊंगा. ഒരു മെയിൽ പറയാണ്, മേ ഖാന ബനാക്കർ ബാഹർ ജാऊंगा, ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പുറത്ത് പോകും. ഒരു ഫീമെയിൽ പറയുമ്പോൾ മേ ഖാന ബനാക്കർ ബാഹർ ജാऊंगी, ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പുറത്ത് പോകും. ടീക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം മേ ഖാന പക്കാക്കർ, മേ ഖാന പക്കാക്കർ, ഞാൻ ഭക്ഷണം പാകം ചെയ്തതിന് ശേഷം ബാഹർ ജാऊंगा. ടീക്കെ, മേ ഖാന പക്കാക്കർ സബ്ജി ലേനെ ജാऊंगा, ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ സബ്ജി ലേനെ ജാऊंगा, പച്ചക്കറി വാങ്ങാൻ പോകും. ടീക്കെ, മേ ഖാന ബനാക്കർ മേ മൂവി ദേഖ്നെ ജാऊंगा. ഓക്കെ, ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ സിനിമ കാണാൻ പോകും. ഓക്കെ, ഒരു സ്ത്രീ പറയുമ്പോൾ മേ ഖാന പക്കാക്കർ പിക്ചർ ദേഖ്നെ ജാऊंगी. ഓക്കെ, സിനിമ കാണാൻ പോകും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെന്റൻസ് പറഞ്ഞ് ഉണ്ടാക്കേണ്ടത്. ठीक है, अभी मैं खाना बना रहा हूँ यार. मेल പറയണേ मैं अभी खाना बना रहा हूँ. खाना बनाने के बाद ഓക്കെ, അല്ലെങ്കിൽ ഖാന ബനാക്കർ ഒക്കെ നമുക്ക് പറഞ്ഞിട്ട് സെന്റൻസുകൾ പറഞ്ഞ് ഉണ്ടാക്കാം. ആജ് ഖാനെ മേ ക്യാ ബനാവോഗേ, ഇന്ന് എന്താണ് ഭക്ഷണത്തിന് ഉണ്ടാക്കുന്നത്? ആജ് ക്യാ ഖാനെ മേ ബനാവോഗേ. ടീക്കെ, നിങ്ങൾ ഈ ഹസ്ബൻഡൊക്കെ പോയാൽ വൈഫുമാരതയും ഒന്നിച്ചിരുന്നിട്ട് വർത്താനൊക്കെ പറയും. അപ്പോൾ അവർക്ക് എന്താണ്, ഇപ്പം രാവിലെ തന്നെ ഇപ്പോൾ സെൻറ്റൻസുകളൊക്കെ ഹിന്ദിയിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം. ക്യാ ബനായ അല്ലേ, നാസ്ത മേ ക്യാ ബനായ എന്താണ് രാവിലെ ഉണ്ടാക്കിയിരിക്കുന്നത്? ഖാന മേ ക്യാ ബനാവോഗേ, ദോപ്പേർക്കോ ഖാന മേ ക്യാ ബനാവോഗേ, ഉച്ചയ്ക്ക് എന്താണ് ഭക്ഷണത്തിന് ഉണ്ടാക്കാറ് അല്ലെ, ഉണ്ടാക്കുക എന്നൊക്കെ നമുക്ക് പറയാം. നെക്സ്റ്റ്, മേനെ ഏക് പുരാണി, അല്ലെങ്കിൽ അടുത്ത് നമ്മൾ ബനാന കഴിഞ്ഞാൽ നെക്സ്റ്റ് ആണ് ഖരീദന. ഓക്കെ, ഖരീദന, मैंने एक पुरानी गाड़ी खरीदी. ഖരീദന എന്ന് പറഞ്ഞാൽ എന്താണ്? വാങ്ങുക എന്നാണ്. ഖരീദ, ഖരീദി, ഇത് രണ്ടിൻ്റെ അർത്ഥം വാങ്ങി എന്നാണ്. പക്ഷെ നമ്മളതെങ്ങനെ ഉപയോഗിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഗാഡി ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. നിങ്ങൾക്കറിയാം, എൻ്റെ ക്ലാസ് കാണുന്നവർക്കൊക്കെ ഞാൻ ഓരോ ദിവസവും ഒരു ഗാഡീനെ കുറിച്ച്, ഒരു മൊബൈലിനെ കുറിച്ച്, അല്ലെങ്കിൽ സബ്ജീനെ കുറിച്ച് ഞാൻ എപ്പോഴും ക്ലാസ് ഇടാറുണ്ട്, സെൻറ്റൻസ് ഇടും. കാരണം നമുക്കത് ദിവസം ഉപയോഗിക്കേണ്ടതാണ് അല്ലേ. ദിവസം ഉപയോഗിക്കേണ്ട ക്ലാസ്സുകളല്ല നമുക്ക് വേണ്ടത്, ദിവസം ഉപയോഗിക്കേണ്ട സെൻറ്റൻസുകൾ. मैंने एक पुरानी गाड़ी खरीदी, ഞാനൊരു പുരാണി ബൈക്ക് ഖരീദി. मैं कल बाहर गया था, ഞാൻ ഇന്നലെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഒരു മെയിൽ പറയണേ, मैं कल एक बाहर गया था, वहाँ एक बाइक देखा मैंने, तो मुझे ठीक लगी. എന്താണ് मुझे ठीक लगी? मुझे बाइक ठीक लगी. മെയിൽ പറയാണ്, मुझे बाइक ठीक लगी, എനിക്ക് വണ്ടി എന്താണ് ഓക്കെ തോന്നി. मैंने खरीदी, ഞാൻ വാങ്ങി. ഫീമെയിൽ പറയുകയാണെ, കൽ മേ ബാഹർ ഗയി തി, ഞാൻ ഇന്നലെ, കൽ ചുട്ടി തി, ഇന്നലെ അവധിയായിരുന്നു. ഓക്കെ, കൽ മേ ബാഹർ ഗയി തി, ഞാൻ ഇന്നലെ പുറത്തു പോയിട്ടുണ്ടായിരുന്നു. മേനെ ഏക്ക് ഗാഡി ദേക്കി, ഞാൻ ഇന്നലെ ഒരു വണ്ടി നോക്കി. ഓക്കെ, മുझे പസന്താകി, എനിക്ക് ഓക്കെ തോന്നി. മുझे പസന്താകി ഓർ മേനെ ഖരീദി, ഞാൻ വണ്ടി വാങ്ങി. അപ്പം അങ്ങനെ പറഞ്ഞ് പോകണം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മേനെ ഏക്ക് ഗർ ഖരീദ, ഞാൻ ഒരു വീട് വാങ്ങി. മേനേക്ക് ഗർ ഖരീദ, അവിടെ ഖരീദി വന്നു, ഇവിടെ ഖരീദ എന്ന് വന്നു. അപ്പോൾ അവിടെ ഗാഡി ആയതുകൊണ്ടാണ്, ഗാഡി ഒരു സ്ത്രീലിംഗ ശുദ്ധമാണോ അതുകൊണ്ടാണ് ഖരീദി എന്ന് പറഞ്ഞത്. ഇവിടെ ഗർ ആയതുകൊണ്ട് ഖരീദ എന്ന് പറയും. മേനേക്ക് ഗർ ഖരീദ. മേനേക്ക് മക്കാൻ, ഞാനൊരു വീട് തന്നെയാണ് അർത്ഥം. ഖരീദ, ഞാനൊരു വീട് വാങ്ങി. മേനെ ഏക് റൂം കമര, ടീക്കെ, റെന്റ് മേ ലിയ എന്ന് പറയും. റൂമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു റൂം നമ്മൾ വാടക എടുക്കുന്നുണ്ട്, നമ്മൾ എന്ത് പറയും? മേനെ ഏക്ക് റൂം റെന്റ് മേ ലിയ എന്ന് പറയും. ഓക്കെ, ഖരീദ എന്ന് പറയില്ലേ. മേനെ സബ്ജി ഖരീദി, ഞാൻ പച്ചക്കറി വാങ്ങി. ഒരു പച്ചക്കറിയല്ല, മേനെ സബ്ജി ഖരീദി, ഞാൻ പച്ചക്കറി വാങ്ങി. സബ്ജിയാം ഖരീദി, സബ്ജിയാം ആണ് അതിൻ്റെ ബഹുവചനം വരുന്നത്. മേനെ സബ്ജിയാം ഖരീദി എന്ന് പറയാം, മേനെ സബ്ജി ഖരീദി എന്ന് പറയാം. ഞാൻ പച്ചക്കറി വാങ്ങി എന്നാണ്. എന്താണ് വാങ്ങിയത്? സബ്ജിയാണ് വാങ്ങിയത്. സബ്ജി എന്താണ്? സ്ത്രീലിംഗ ശബ്ദമാണ്. ഖരീദി എന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ പറഞ്ഞു. ഓക്കെ, मैंने गाड़ी खरीदी नहीं, मैंने एक बाइक खरीदी, ഞാനൊരു ബൈക്ക് വാങ്ങി.
मैंने एक बाइक खरीदी. क्या खरीदी? एक बाइक खरीदी. ബൈക്ക് എന്താണ്? സ്ത്രീലിംഗ ശബ്ദം. അതുകൊണ്ട് ബൈക്ക് ഖരീദ എന്ന് പറയില്ല, നമ്മൾ ബൈക്ക് ഖരീദി എന്ന് പറഞ്ഞു. സിമ്പിൾ. मैंने സബ്ജി ഖരീദി. സബ്ജി എന്താണ്? ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. मैंने സബ്ജി ഖരീദി എന്ന് പറഞ്ഞു. അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. ഓക്കെ. मैंने दो पैकेट रोटियां खरीदी. ഓക്കെ, ഞാൻ 2 പാക്കറ്റ് റൊട്ടി വാങ്ങി വൈകുന്നേരം ഓഫീസിൽ നിന്ന് വരുമ്പോൾ. വീട്ടിൽ ഫ്രൈഡേ ആണ്, അപ്പം പിന്നെ 2 റൊട്ടി ഇന്ന് ഭക്ഷണം ആക്കുന്നില്ല. അപ്പോൾ ഖരീദി എന്ന് വന്നു. റൊട്ടി ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. मैंने एक नया मोबाइल खरीदा. मैंने एक मोबाइൽ खरीदा. मैंने एक नया मोबाइल खरीदा. ഞാനൊരു പുതിയ ഫോൺ വാങ്ങി. ഞാൻ വീണ്ടും പറയണം, മൊബൈൽ ഒരു പുല്ലിംഗ ശബ്ദമാണ്. നെക്സ്റ്റ്, मैंने एक लैपटॉप खरीदा. ഞാനൊരു ലാപ്ടോപ്പ് വാങ്ങി. ഞാൻ പറഞ്ഞിട്ട് ഇലക്ട്രോണിക് ഐറ്റം ഒക്കെ മാക്സിമം സ്ത്രീലിംഗ ശബ്ദമല്ല, പുല്ലിംഗ ശബ്ദമാണ്. ഞാൻ പറഞ്ഞു, ഹിന്ദി അറിയുന്നവരും അറിയാത്തവർക്കും എല്ലാവർക്കും ബിഗിനേഴ്സിനായാലും ശരി, നമ്മൾ അടിപൊളി ഒരു പാക്കേജ് ആയിട്ട് ഒരു ക്ലാസ് തരുന്നുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ഇത് പോസ് ചെയ്തിട്ട് ആദ്യം ഇതിൻ്റെ ഡീറ്റെയിൽസിൽ കാണാം. എന്നിട്ട് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് പോവുക. അതിൻ്റെ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. ഡെമോ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് നൽകാം. താല്പര്യമുള്ള ആൾക്കാർ ഇന്ന് തന്നെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് അത് പർച്ചേസ് ചെയ്തിട്ട് കാണാൻ തുടങ്ങുക. ഓക്കെ. സംശയമുള്ള ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് ചോദിക്കാം. ഞാൻ അതിൻ്റെ കംപ്ലീറ്റ് ലിങ്കും ഡെമോ വീഡിയോയും എല്ലാം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം വാട്സപ്പിൽ. ഓക്കെ. പസന്ത് ഇഷ്ടം എന്നാണ്. ഓക്കെ. മുझे गर्मी का मौसम. ഗർമി നിങ്ങൾക്കറിയാം സ്ത്രീലിംഗ ശബ്ദമാണ്. മോസം എന്ന് പറയുന്നത് എന്താണ്? പുല്ലിംഗ ശബ്ദമാണ്. മുझे गर्मी का मौसम पसंद नहीं है. എനിക്ക് എന്താണ്? ചൂട് കാലാവസ്ഥ ഇഷ്ടമല്ല, AC വേണം. അപ്പോൾ മുझे गर्मी का मौसम पसंद नहीं है. ഗർമി കി മോസം എന്ന് പറഞ്ഞോ? ഇല്ല, മോസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ കാന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കാക്കേക്കിയൊക്കെ എങ്ങനെ ഉപയോഗിക്കണം അതൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ മുझे गर्मी का मौसम पसंद नहीं है. എനിക്ക് എന്താണ് ആ ചൂടിൻ്റെ കാലാവസ്ഥ അത്ര ഇഷ്ടമല്ല. മുझे सर्दी का मौसम पसंद है. എനിക്ക് തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. മുझे सर्दी का मौसम എന്താണ്? പസന്ത്. അപ്പോൾ ഗർമി സർദി 2 സ്ത്രീലിംഗ ശബ്ദമാണ്, പക്ഷേ മോസം പുല്ലിംഗ ശബ്ദമാണ്. ഗർമി കാ മോസം, സർദി കാ മോസം. ഓക്കെ. മുझे ഗാഡി പസന്തായി. വീണ്ടും ഗാഡി വന്നു. മുझे ഗാഡി പസന്തായി. എനിക്ക് വണ്ടി ഇഷ്ടമായി, എനിക്ക് കാർ ഇഷ്ടമായി. എന്താണ് ഇഷ്ടമായത്? ഗാഡിയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പം എന്തായി? ആയി എന്ന് വന്നു. സിമ്പിൾ അല്ലേ? ഇപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? മുझे सर्दी का मौसम पसंद है. ഞാൻ പറഞ്ഞു, മുझे सर्दी का मौसम पसंद है. എനിക്ക് എന്താണ്? ശൈത്യകാല കാലാവസ്ഥ ഇഷ്ടമാണ്. നെക്സ്റ്റ്, മുझे जोखिम लेना पसंद नहीं है. റിസ്ക് എടുക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ മുझे റിസ്ക് ലേന പസന്ത് नहीं है. ജോക്കിം ഒന്നും കിട്ടൂല. അപ്പോൾ നമുക്ക് പറയാം റിസ്ക് ലേന പസന്ത് नहीं है എന്ന് നമുക്ക് പറഞ്ഞ് പഠിക്കാം. मैं उसे पूछना भूल गया यार. मैं उसे पूछना भूल गया. ഞാൻ അവനോട് ചോദിക്കാൻ മറന്നുപോയി. मैं उसे पूछना भूल गया. ഇതൊരു മെയിൽ പറയാണ്. ഫീമെയിൽ പറയുമ്പോൾ मैं उसे पूछना भूल गई എന്ന് പറയും. ഓക്കെ. भूल गई എന്ന് പറയും. मैं कुछ भूल रहा था यार. ഞാൻ എന്തോ മറക്കുന്നുണ്ടായിരുന്നു. मैं उसे पूछना भूल गया. ഞാൻ അവനോട് ചോദിക്കാൻ മറന്നുപോയി. കണ്ടാ, നമ്മളങ്ങനെ പറയണം. നെക്സ്റ്റ്, मैं भूल गया था यार. मैं भूल गया था. ഓക്കെ. ഞാൻ മറന്നുപോയി. അത് മെയിൽ പറയുമ്പോൾ मैं भूल गई थी. ഞാൻ മറന്നുപോയി എന്നാണ് അർത്ഥം. मुझे भूलने की आदत है. എനക്കുണ്ട്, സത്യം പറയാലോ, मुझे भूलने की आदत है. എനക്കെന്താണ്? മറക്കുന്ന ശീലമുണ്ട്, മറവിയുണ്ട്. അപ്പോൾ मुझे भूलने की आदत है. ആദത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ത്രീലിംഗ ശബ്ദമാണ്, അതുകൊണ്ട് കീ എന്ന് വന്നു. मुझे भूलने की आदत है. എനിക്ക് മറക്കുന്ന ശീലമുണ്ട്. നിങ്ങൾ വെറും ഭൂൽന എന്ന് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളിത് ഭൂൽന, ഭൂല, ഭൂലി ഇതൊക്കെ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുക. ठीक है. इसको बैग में रखे वरना भूल जाओगे. ഇത് നിങ്ങളുടെ ബാഗിൽ തന്നെ വെക്ക്, അല്ലെങ്കിൽ മറന്നു പോകും. അല്ലെ? ഭൂൽ ജാവോगे, തും ഭൂൽ ജാവോगे. തും അവിടെ അതിനിടയ്ക്ക് ഉണ്ടെന്ന് വിചാരിച്ചോ, അതുകൊണ്ടാണ് ജാവോगे എന്ന് പറഞ്ഞത്. ठीक है. ഇപ്പോൾ ഒരു തൂ ആണ്, ആ ഒരു മെയിലാണ്. ആ തൂ എന്ന് പറയുന്നത് മെയിലാണെങ്കിൽ इसको बैग में रखो वरना तू भूल जाएगा എന്നാവും. ഓക്കെ. മെയിലാണെങ്കിൽ ആ തൂ മെയിലാണെങ്കിൽ. തൂ സ്ത്രീ ആണെങ്കിലോ इसमें इसको बैग में रखो वरना तू भूल जाएगी. ക്ലിയർ? അല്ലെങ്കിൽ നീ മറന്നു പോകും. ക്ലിയർ? ആ നീ സ്ത്രീയാണ്. നെക്സ്റ്റ് നോക്കാം. मैं उसे मिलना चाहूँगा. ഞാൻ അവനെ കാണാൻ ആഗ്രഹിക്കുന്നു. मैं उसे मिलना चाहूँगा. ഇതൊരു മെയിൽ പറയുകയാണ്.
ഒരു ഫീമെയിൽ പറയുമ്പോൾ मैं उसे मिलना चाहूंगी. ഓക്കെ, ഞാൻ അവളെ കാണാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിച്ചോ, ആ ഉസേന്നിന്റെ അർത്ഥം എന്താണ്? അവനേന്നുണ്ട് അവളേന്നുണ്ട്, രണ്ടിന്റെ അർത്ഥം ഉസേ എന്നാണ്. നെക്സ്റ്റ്, മേ ജാനാ ചാത്താ ഹും. എനിക്ക് പോകണം, ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. മേ ജാനാ ചാത്താ ഹും. ഒരു സ്ത്രീ പറയുമ്പോൾ മേ ജാനാ ചാഹത്തി ഹും. ठीक है, तू क्या चाहता है? तू क्या चाहता है? ബോധടിക്ക് तू क्या चाहता है? നിനക്ക് എന്ത് വേണം? ദേഷ്യത്തിലും രണ്ട് രീതിയിൽ നമുക്ക് പറയാം. तू क्या चाहता है? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ്, ആപ് ക്യാ ചാഹത്തെ ഹെ. ആപ്പ് വരുമ്പോൾ തേ ഹേ എന്നായി. ठीक है, ആപ് ക്യാ ചാഹത്തെ ഹേ എന്നായി മാറി. ठीक है, ഒരു മെയിലിനോട് ചോദിക്കുമ്പോൾ तू क्या चाहता है എന്ന് ചോദിക്കാം. ഒരു ഫീമെയിലിനോട് ചോദിക്കുമ്പോൾ तू क्या चाहती है എന്ന് ചോദിക്കാം. മെയിൽ ആയാലും ഫീമെയിൽ ആയാലും നമ്മൾ ആപ്പ് വെച്ച് ഉപയോഗിക്കുമ്പോൾ ആപ് ക്യാ ചാഹത്തെ ഹെ എന്ന് ചോദിക്കണം. നെക്സ്റ്റ്, തും ക്യാ ചാഹത്തെ ഹോ. ശ്രദ്ധിക്കണം, ഇപ്പൊ തൂ ആണ്. തൂ മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ. തൂ ചാഹത്താ തൂ ക്യാ ചാഹത്താ ഹേ എന്ന് മെയിലിനോട് ചോദിച്ചു. തൂ ക്യാ ചാഹത്തി ഹേ എന്ന് ഫീമെയിലിനോട് ചോദിച്ചു. തൂ ആയതുകൊണ്ട്. ठीक है, ആപ്പാണെങ്കിൽ ആപ്പ് ക്യാ ചാഹത്തെ ഹേ എന്ന് ചോദിച്ചു. ठीक है, അത് മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, ഓപ്പോസിറ്റ് ഉള്ളത്. തും ക്യാ ചാഹത്തെ ഹോ, അത് മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ. തും ക്യാ ചാഹത്തെ ഹോ. ക്ലിയർ है? ठीक है, तुम क्या चाहते हो? ठीक है, ഓക്കെ ഓക്കെ, तुम क्या चाहते हो? ഓക്കെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നാണ് അർത്ഥം. ठीक है, तुम मुझसे क्या चाहते हो? ആ മുझसे ഞാൻ നിങ്ങൾക്ക് ആഡ് ചെയ്തു. അപ്പോൾ സെന്റൻസ് മാറിയോ? ഇല്ല. ठीक है, तुम मुझसे क्या चाहते हो? ശരി, ഓക്കെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്നിൽ നിന്ന് എന്താണ് വേണ്ടത്? ले लो जो आप चाहते हैं. ठीक है, നിങ്ങൾക്ക് താങ്കൾ എന്താണ് ആഗ്രഹിക്കേണ്ടത് അത് എടുത്തോ എന്നാണ്. താങ്കൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് എടുത്തോ. ठीक है, ले लो ले लो ले जा इसको, ले लो എടുത്തിട്ട് പോ. ठीक है, आप जो चाहते हैं, താങ്കൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് എടുത്തിട്ട് പോയിക്കോ എന്നാണ് അർത്ഥം. ले लो तू जो चाहता है. ഇപ്പം മുന്നിലിരിക്കുന്നത് ഒരു മെയിലാണ്. ले लो जो तू चाहता है, നിനക്ക് എന്നാ വേണ്ടിച്ച് നീ എടുത്തിട്ട് പോയിക്കോ. മുന്നിലൊരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. ലേലോ തു ജോ ചാത്തി ഹെ, നീ എടുത്തിട്ട് നിനക്ക് എന്താ വേണ്ടിച്ച് എടുത്തിട്ട് പോയിക്കോ. മുന്നിൽ ആരായിരിക്കുന്നത്? സ്ത്രീയാണ് ഇരിക്കുന്നത്, ഏജ് കുറഞ്ഞൊരു കുട്ടിയാണ്. ഓക്കെ, ലേലോ ജോ തും ചാത്തേ ഹോ. ठीक है, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എടുത്തിട്ട് പോയിക്കോ. അപ്പം നമ്മൾ പല രീതിയിലും സംസാരിക്കാൻ പറ്റും. നമ്മളെ ഡിപ്പെൻഡ് അപ്പോൾ തും ആപ്പ് എപ്പോഴും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, നമ്മൾ ഏജിലും നോക്കിയിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്, പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് വെബ്സൈറ്റിൻ്റെ ക്ലാസ് ഞാൻ പറഞ്ഞു. താല്പര്യമുള്ള ആൾക്കാർ ഇതൊന്ന് പോസ് ചെയ്തിട്ട് വീണ്ടും കാണുക. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്, യൂട്യൂബിലെ ഈ ക്ലാസ്സുകളെല്ലാം നമ്മളതിൽ ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായിട്ട് ഒരു പാക്കേജ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. പുതിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ. താങ്ക് യു.